എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തലശ്ശേരി തട്ടുകടയിലെ സ്പെഷ്യൽ ഐറ്റമായ കോഴിക്കാലാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കാൽ എന്ന് കേൾക്കുമ്പോൾ ഒരു ചിക്കൻ റെസിപ്പിയാണെന്ന് വിചാരിക്കും അല്ലേ? എന്നാൽ ഇത് കപ്പ കൊണ്ട് ഉണ്ടാക്കുന്നൊരു സ്നാക്സാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ പിന്നെ വിടൂല കേട്ടാ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനു വേണ്ടി 400 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. കപ്പയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയാറ്. മരച്ചീനി, കൊള്ളി, കിഴങ്ങ് എന്നൊക്കെ പറയും. തലശ്ശേരിയിൽ കപ്പ, കിഴങ്ങ് എന്നൊക്കെയാണ് പറയാറ്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ അധികം തിക്കാവണ്ട, ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുത്താൽ മതി. കപ്പ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി 8 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ചെടുത്ത മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 കപ്പ് കടലപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബാറ്ററിലേക്ക് കട്ട് ചെയ്ത് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. പൊട്ടാതെ ശ്രദ്ധിക്കണേ. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നടുവിലൊന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒട്ടി നിൽക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തലശ്ശേരി തട്ടുകട സ്പെഷ്യൽ കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഒന്ന് ചെയ്തു നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.